ദേവരാജ് മാസ്റ്ററോട്. അപ്പൊ ദേവരാജ് മാസ്റ്ററോട് ഞാൻ ചോദിച്ചു, ഒരു ഒറ്റ വാക്കിൽ പറയണം സാർ, ആരാണ് അങ്ങേക്ക് വയലാർ രാമവർമ്മ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാനും വയലാറും ഒന്നാണെന്നാണ് പറയുന്നത്. വയലാർ ദേവരാജൻ എന്ന് പറഞ്ഞ രണ്ടുപേരല്ല, ഒരാളാണ്. എന്റെ തൃശ്ശൂരിലുള്ള ഒരു പോലീസ് ഓഫീസർ ഒരിക്കൽ എന്നോട് ചോദിച്ചത്, ദേവരാജൻ മാസ്റ്റർ മരിച്ച സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇദ്ദേഹം നേരത്തെ മരിച്ചു പോയില്ലേ? അപ്പൊ ഞാൻ ചോദിച്ചാൽ അങ്ങനെ വയലാർ ദേവരാജൻ? അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ അല്ല, ഇത് ഒരാളല്ലേ. പക്ഷെ അദ്ദേഹം പറഞ്ഞതിന്റെ വലിയ അർത്ഥമാണ് ഇത് രണ്ടും ഒരാളാണ്. അത് എനിക്ക് പറയുകയാണെങ്കിൽ അത് നിലാവും മഞ്ഞും പോലെയാണ്, പുഴയും കരയും പോലെയാണ്. ഇതിനൊക്കെ വലുത് പറയാൻ പറ്റും, ആകാശവും മേഘവും പോലെയാണ്. അതിനേക്കാൾ വലുതായിട്ട് ഒന്നും പറയാനില്ല. അപ്പൊ ഞാൻ ദേവരാജ് സാറിനോട് ചോദിച്ചു, മാഷേ സാർ വയലാർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അദ്ദേഹത്തെ കുറിച്ച് മാഷ് ഒറ്റ ഒരു ഉത്തരം പറയും? അപ്പൊ പറഞ്ഞു പിഞ്ച് ഹൃദയം എന്നാണ് പറഞ്ഞത്. ഇത്രയും നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ അതിന് മുൻപ് കണ്ടിട്ടില്ല, അതിന് ശേഷവും കണ്ടിട്ടില്ല എന്നാണ് ദേവരാജ് മാഷ്. പിഞ്ച് ഹൃദയം. പ്രശസ്ത കവി സുമേഷ് കൃഷ്ണൻ വയലാർ സാറിന്റെ ഒരു കവിത പാടുന്നു. എല്ലാവർക്കും ഹൃദയം പറഞ്ഞ നമസ്കാരം. എൻ്റെ കടലിൽ കടന്നുള്ള കന്നി യാത്രയാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്, അധ്യാപകനാണ്. സാധാരണ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ പിള്ളേരുടെ മുഖം അവരുടെ ഭാവം അനുസരിച്ചാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് നിങ്ങളുടെയൊക്കെ മുഖം ഒന്ന് കണ്ടാൽ കൊള്ളാം, ലൈറ്റ് ഇങ്ങനെ അടിച്ച് കാരണം നമ്മളൊരു വരി ചൊല്ലുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ടെങ്കിലും സ്വഭാവം ഈ ലൈറ്റ് നേരത്തെ അഭ്യർത്ഥിച്ചതുപോലെ ഇനി ആവശ്യപ്പെടുക ചെയ്യാം. അങ്ങോട്ട് വെക്കരുത്. ആരാധകന്റെ ഉത്തരവാദികൾ എന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഒന്ന് ഇട്ട് തരണം ദയവ് ചെയ്ത്. എൽദോവും പിന്നീട് നിങ്ങളെ തിരുവനന്തപുരത്ത് വെച്ച് കാണുമ്പോൾ ചിരിക്കാനാണേ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പാളയം പള്ളിയിലോ മോസ്കിലോ ഒക്കെ വരുമ്പോ, അല്ലെങ്കിൽ നിങ്ങൾ ഉത്സവത്തിൽ കാണാനൊക്കെ വരുമ്പോ, ഒന്നുമില്ലെങ്കിൽ ആറ്റുവലമ്മച്ചയ്ക്ക് പൊങ്കാലിടാൻ വരുമ്പോഴെങ്കിലും നിങ്ങളെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്. വയലാറിന്റെ മാനിഫെസ്റ്റോ അദ്ദേഹം വെളിവാക്കുന്നത് 5 ശ്ലോകങ്ങളുള്ള ചെറിയ കവിതയിലാണ്. ആ കവിത അധ്വാനത്തിൻ വിയർപ്പാണ് ഞാൻ. അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് വന്ന ആളാണ്. രാമവർമ്മ തിരുമുൽപ്പാടാണ് എന്നൊക്കെ പറഞ്ഞവർക്ക് മറുപടി കൊടുത്ത കവിതയാണ് ഇത്. അധ്വാനത്തിൻ വിയർപ്പാണ് ഞാൻ, കുറച്ചുകൂടെ ഒരു വോളിയം തരാമോ മോഡീസ് തരാം. കൊള്ളാം. ബഷീർ പറഞ്ഞ പോലെ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം. ക്ലാസ് ഉണർന്നു. മൂടിക്കെട്ടിയ മൗനമല്ല നിഴലിൻ നീലത്തടാകങ്ങളിൽ വാടിക്കൂമ്പിയ മോഹഭംഗമലരിൻ മുട്ടല്ല ഞാൻ. മൂടിക്കെട്ടിയ മൗനമല്ല നിഴലിൻ നീലത്തടാകങ്ങളിൽ പാടിക്കൂമ്പിയ മോഹഭംഗമലരിൻ മുട്ടല്ല കാടിനുള്ളിലരിച്ചു വീണ വെയിലല്ല, അന്തർമുഖധ്യാനമാം കൂടിനുള്ളിലെ നിദ്രയല്ല, പുലർകാലത്തിൻ ചുവപ്പാണു ഞാൻ. മുറ്റത്ത് തുളസിത്തറയ്ക്കലെരിയും വിളക്കല്ല, വെൺകൊറ്റ പൂങ്കുട ചൂടി വാണ നവവംശത്തിൻ പിടുപ്പല്ല ഞാൻ. ഒറ്റയ്ക്കല്ല മനുഷ്യമാനസ ദിവാസ്വപ്നങ്ങൾ തൻ പൊൻകതിർ കറ്റക്കെട്ടു ചുമന്നു വന്ന യുഗസത്യത്തിൻ വിയപ്പാണു ഞാൻ.
ജ്ഞാനം വിശ്വവികാസ സംസ്കൃതിയുമന്നെത്തിച്ച വിജ്ഞാനം എൻ പ്രാണസ്പന്ദന താളമാക്കി വിടരും ചൈതന്യമായി വന്നു ഞാൻ. ജ്ഞാനം വിശ്വവികാസ സംസ്കൃതിയുമന്നെത്തിച്ച വിജ്ഞാനം എൻ പ്രാണസ്പന്ദന താളമാക്കി വിടരും ചൈതന്യമായി വന്നു ഞാൻ അധ്വാനം എനിക്കു വേണ്ടി ഉണരും നൂറ്റാണ്ടിലെ സംക്രമസ്ഥാനത്തെന്തിനൊരന്ധകാര ശിഖരം നീ നട്ടു വേദാന്തമേ. ഞാൻ അധ്വാനം എനിക്കു വേണ്ടി ഉണരും നൂറ്റാണ്ടിലെ സംക്രമസ്ഥാനത്തെന്തിനൊരന്ധകാര ശിഖരം നീ നട്ടു വേദാന്തമേ. നീ ഇന്ത്യക്കൊരു ശാപമായി വരുമെന്നാരോർത്തു യജ്ഞപ്പുകർത്തിയിൽ പണ്ടു കുരുത്തം മാനവ മഹാസംസ്കാരമല്ലല്ലി നീ. ചായല്യങ്ങൾ വരച്ച പൊയ്മുഖവുമായി നിൻ മന്ത്രവാദം നിനക്കീയില്ലത്തു നിർത്തുവാൻ സമയമായില്ലേ സമൂഹമേ. ചായല്യങ്ങൾ വരച്ച പൊയ്മുഖവുമായി നിൻ മന്ത്രവാദം നിനക്കീയില്ലത്തു നിർത്തുവാൻ സമയമായില്ലേ സമൂഹമേ. ഓരോ സൂക്ഷ്മവും ഈ അപാരതയിലെ സ്ഥൂലത്തെ ഉൾക്കൊള്ളുവാൻ വേരോടിച്ചു വളർന്നു വന്ന പരിണാമങ്ങൾക്കു സാക്ഷിയാ. ഈ ലോകാതുരമാം യുഗത്തിനമൃതം കൊണ്ടെത്തുവിൻ ചന്ദനത്തേരോടും വഴി വിട്ടുമാറുകലെ മിഥ്യാഭിമാനങ്ങളെ. ഈ ലോകാതുരമാം യുഗത്തിനമൃതം കൊണ്ടെത്തുവിൻ ചന്ദനത്തേരോടും വഴി വിട്ടുമാറുകലെ മിഥ്യാഭിമാനങ്ങളെ. ഇപ്പോഴത്തെ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്, നാളത്തെയും കാര്യങ്ങളാണ്. ഈശ്വരനല്ല, മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ. മനുഷ്യന്റെ കൂടെ നിന്ന മഹാനായ വയലാറിന്റെ ഈ ഇതിനപ്പുറത്ത് സർഗസംഗീതം, അത് ഉമേഷ് മാഷോട് ഞാൻ പറയുന്നത്, സർഗസംഗീതം പാടിയേ പറ്റൂ. അതിലാണല്ലോ പറയുന്നത്. ആ സർഗസംഗീതം ആവട്ടെ. ഞാൻ അതിന് മുമ്പ് ഒരു കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഒന്നല്ല, 1000. ഒരൊറ്റ കാര്യം, 1000 പാദസരങ്ങൾക്ക് ഇരുമ്പി എന്നുള്ള പാട്ട് വളരെ കേട്ടിട്ടില്ലേ? ജീവിതമാകുന്ന നദിയുടെ ഒഴുക്കാണ്. നദി ശരതേട്ടൻ അദ്ദേഹം എഴുതുന്നത് കണ്ട് ഞാൻ ആകെ 4 വരിയെ ഞാൻ കണ്ടിട്ടുള്ളൂ വയലാർ എഴുതുന്നത്. അത് ഈ പാട്ടാണ്, മാലുവാപ്പുഴ തീരുന്നത്. ഇത് നമ്മളെപ്പോഴും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ജീവിതം ഓട്ടമാണ്, ഒഴുക്കാണ്. ഒരു സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷെ ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകുന്ന ചില മുഹൂർത്തങ്ങളുണ്ട്. അവിടെ നമുക്ക് നിന്നേ പറ്റും, പക്ഷെ അവിടെ നിൽക്കാൻ പറ്റില്ല. ഈറനായ നദിയുടെ മാറി ഈ വിടർന്ന വീർപ്പുമിളകളെ വേർപെടുന്ന വേദനയോ വേരിടുന്ന ഒന്നും അത് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. 1000 പാദസരങ്ങളിലുങ്ങി ആലുവാപ്പുഴ പിന്നെയും ഒഴുകി. ആരും കാണാതെയോളവും തീരവും ആലിംഗനങ്ങളിൽ ഒഴുകി ഒഴുകി.
പാദസരങ്ങൾ തിളങ്ങി ആലുവാപ്പുഴത്തിന്നെയും ഒഴുകി. വേർപെടുന്ന വേദനയോ പലർക്കും സംശയമുണ്ട്, വേർപെടുന്ന വേദനയോ വേറിടുന്നതാണ് പാട്ടിരിക്കുന്നത്. പലരും പറയുന്നു വേരിടുന്ന. നമുക്ക് മറക്കാൻ പറ്റില്ല. ഒരു കെട്ടിപ്പിടുത്തം ജീവിതത്തിൽ മറക്കാൻ പറ്റുമോ? നമുക്ക് ഒരു പരിരംഭം ആർക്കും പറ്റില്ല. ഏതെങ്കിലും എണ്ണം കാണും അല്ലേ? അങ്ങനെയാണെങ്കിലും വേർപെടുന്ന വേദനയാണെങ്കിലും വേരിടുന്ന നിർവൃതിയാണെങ്കിലും ഓമലെ ആരോമലെ ഒന്ന് ചിരി. ജീവിതം ചിരിച്ചു തീർന്നു കണ്ടത്. എന്തിനാ ഒഴുക്കി ചെയ്യാൻ പറ്റും? അതാണ് വയലാർ ഇപ്പോഴും ഒരു മാലിന്യവും ഇടാത്ത ഒരു നദിയാണ് എന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞല്ലോ, അതാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി നമുക്ക് ആരാണ് വയലാർ, എന്താണ് ദർശനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹം പറഞ്ഞു. ആരണ്യാന്തര ഗർഭരോധന തപസ്ഥാനങ്ങളിൽ അവിടെയാണ് വാളല്ലൻ സമരായുധം എന്ന് പറഞ്ഞത്.